പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്നിന്റെ കോലം കണ്ടില്ലേ? ആരുടെ കോലം? പോരാത്തതിന് ഒടുക്കത്തെ കളറും. എങ്ങനെ മനുഷ്യൻ നോക്കാതിരിക്കണേ? പണ്ടാറ ഫിഗർ തന്നെ. അപ്പൊ ഇതായിരുന്നു മനസ്സിലിരുന്നു. അല്ല, ഞാൻ പറയായിരുന്നു നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്നിന്റെ കോലം കണ്ടില്ലേ? പണ്ടാറ ഫിഗർ തന്നെ. വെറുതെ മനുഷ്യനെ പഴപ്പിക്കാൻ. അല്ല, നീ എന്താ ഇവിടെ? അതിന് റോയിച്ചൻ എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? ഞാൻ എന്ത് ചെയ്തു? ശരിയാണല്ലോ. നീയല്ല, അവൻ ടോണി ഈ കസ്റ്റമേഴ്സിനെ ശല്യം ചേർന്ന് ഞാൻ പറഞ്ഞിട്ട് ഇത്ര നേരമേ ഉള്ളൂ. എന്നിട്ട് അവനത് നോക്കുന്നുണ്ടോ? പിന്നെ അങ്ങനെ ചൂടാവാതിരിക്കണേ. റോയിച്ച, ഇതൊന്നും നമുക്ക് വിധിച്ചിട്ടില്ല. അല്ല, നീ കുറച്ച് കാശ് വെച്ചായിരുന്നില്ലേ? നീ അത് സാറയുടെ നിന്ന് വാങ്ങിച്ചോ. ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ, ശരി എന്നാ ചെല് പോട്ടെ. അപ്പൊ ശരി. എടാ മോനെ, എന്താ? ആരോടും പറയൊന്നും വേണ്ട കേട്ടോ. ഞാനങ്ങനെ പറയൂ? അയ്യോ, ഇപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവൂല. രാവിലെ മുതലേ ഒരേ മിസ് കോൾ. തിരിച്ചു വിളിച്ച നോട്ട് ആൻസറിങ്. ഏതാടി നമ്പർ? ഇതാ. നിന്റെ വല്ല ഫാൻസ് ആയിരിക്കും. ഫാൻസ് ആണെങ്കിൽ അവനെ തുറന്നു പറഞ്ഞാൽ എന്താ? അയ്യടാ, ഫാൻസ് ഉണ്ടാവാൻ പറ്റിയ ഒരാൾ. എന്താണ് എനിക്ക് ഫാൻസ് ഉണ്ടായാലോ? എനിക്ക് എന്തെങ്കിലും ഗ്ലാമർ ഇല്ലേ? ഗ്ലാമറിനെ പറ്റി പറഞ്ഞപ്പോഴാ, ഇന്ന് നിനക്ക് ഹോളിഡേ അല്ലേ? നമുക്കൊന്ന് ബ്യൂട്ടി പാർലർ വരുന്ന പോയാലോ? ഞാനും പോണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. സാജൻ എഫക്റ്റ് ആയിരിക്കും. അല്ല, ഹിഷാം എഫക്റ്റ് ആണ്. എന്തേ? എങ്ങോട്ടാ? ഞാനൊന്ന് ഫോട്ടോ വെച്ചിട്ട് പോവാ. റോഷ, ഞങ്ങളെ ഒന്ന് ബ്യൂട്ടി പാർലർ ഡ്രോപ്പ് ചെയ്യോ? ഞാനിപ്പോ തന്നെ ലേറ്റ് ആയി. ഇനി നിന്നാ പോണ ആരും നടക്കില്ല. റോയിച്ച, ഞങ്ങൾ ഇപ്പൊ റെഡിയായി. എടി പാറു, പെട്ടെന്ന് റെഡിയാവും. ഹലോ. ഇല്ല, ഞാൻ വീട്ടിലാ. തിരിച്ചു വിളിക്കാം കേട്ടോ. താമസിക്കില്ല. ഡെന്നിസ് എത്തിയോ? ശരി, ഞാൻ എന്താ എത്തി. നിങ്ങളൊരു ഓട്ടോ പിടിച്ച് പോയാൽ മതി. എനിക്ക് പോയേ പറ്റൂ. നിൽക്കാൻ സമയമില്ല. ശരി റോയിച്ച, ഞാൻ ഓട്ടോ പിടിച്ച് പോയിക്കോളാം. റോയിച്ച, ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ തന്ന കാശൊക്കെ എന്തി? അതൊക്കെ ചെലവായി പോയി. വന്നൊന്ന് നീയും ടോണിയെ പോലെ തുടങ്ങിയോ? എന്റെ ബെഡ്റൂമിൽ ടേബിളിൽ കാണും. എടുത്തോ, ഞാൻ ഇറങ്ങണം. താങ്ക്സ് റോയിച്ച. അവന്റെ ഒരു മിസ് കോൾ. പാറു, നീ പറയുന്ന പോലെ റോയിച്ചിന് വല്ലതും ഉണ്ടെങ്കിലേ റോയിച്ചിന് അതെന്തിനാ നമ്മളൊന്ന് മറച്ചു വെക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവാതെ. എടി, ഒരാൾ എല്ലാ കാര്യം തുറന്ന് പറയണമെന്നില്ല. ഒരാളടുത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെക്കാനുണ്ടാവില്ലേ? നീയാള് കൊള്ളാലോ. ചുമ്മാ ഇരുന്ന് എന്നെ കൊണ്ട് റോയിച്ചിനെ സംശയിപ്പിച്ചിട്ട് ഇപ്പൊ നീ റോയിച്ചിന്റെ സൈഡ് പറയാ. ഞാൻ സൈഡ് പറഞ്ഞൊന്നുമല്ല. റോഷൻ പറഞ്ഞ ഏത് കാര്യമാണെങ്കിലും ശരി, നമ്മളത് കണ്ടെത്തണ്ടേ? എന്തായാലും കൂടെ ജീവിക്കുന്ന ആളല്ലേ. അത് വേണം, നമ്മളത് അറിയേണ്ടത് തന്നെയാ. പക്ഷെ എങ്ങനെ? മാഡം, എക്സ്ക്യൂസ് മീ. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കിനി ചിലത് പറയാനുണ്ട്. ഞാൻ ഇവിടുത്തെ മഹിളാ സമാജത്തിലൊരു അംഗം കൂടിയാണ്. പേര് ബൃന്ദ. സത്യത്തിൽ നിങ്ങളുടെ ആരുടെ ഹസ്ബൻഡ് റോയിച്ചൻ? ഓ, രണ്ടുപേർക്കും കൂടി ഒരാളല്ലേ? ആരാ ആദ്യത്തെ ഭാര്യ? ഞാനാ. അപ്പൊ ചേച്ചി രണ്ടാമത്തെയാ? ഞാൻ മൂന്നാമത്തെയാ. അപ്പൊ രണ്ടാമത്തെയോ? അയ്യോ, അതറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം റോയിച്ചനെ 4ാമത്തെ ഭാര്യയെ കണ്ടു. ഇപ്പൊ സുന്ദരിയാ. അപ്പൊ ആളൊരു വിരുദ്ധനാണല്ലോ നിങ്ങളുടെ റോയിച്ചൻ. ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണം. അയ്യോ, അപ്പം ഞങ്ങളെ കുട്ടികൾക്ക് അച്ഛനല്ലാതെ പോകില്ലേ? ഇനി നിങ്ങൾ പറ, ഇനിയിപ്പോ ഇതിൽ നിന്ന് നമ്മൾ റോയിച്ചനെ രക്ഷപ്പെടുത്താൻ ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? കേട്ടോ, വഴി ഞാൻ പറഞ്ഞുതരാം. എന്തൊരു വലിയ ഷോപ്പാ അല്ലേ? ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇവിടെ ഇങ്ങനെ പലതും കാണും. അതൊക്കെ കണ്ട് ആക്രാന്തപ്പെട്ട് കാറ് വിളിക്കരുത്. എന്റെ പരിചയക്കാരുള്ള ഷോപ്പാ. ഇല്ല, ഇനി ഞാനത് മനസ്സിൽ വർക്കൗട്ട് ചെയ്തോളാം. വർക്കൗട്ടാ? ഇങ്ങനെ
ചിഞ്ചു ഈശോ ടോണി മോനെ, ഇത് ചിഞ്ചുകുട്ടി, ഇത് ടോണി മോൻ, ഇത് ടോണി മോൻ, ഇത് ചിഞ്ചുകുട്ടി. ടോണി മോൻ ഇനി ക്ലാസ്സിന് പുറത്തു പോകാൻ പറ്റൂല, അവര് പൂട്ടി. ഇനി ടോണി മോനും ഞാനും മാത്രമേ ഉള്ളൂ. ടോണി മോൻ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? ചിഞ്ചുമ്മ ഇല്ലേ ഇവിടെ? ചിഞ്ചുമ്മയുടെ സ്വന്തം ടോണി മോനായത്. എസ്കേപ്പ്. ആരത്? ചിഞ്ചു. ചിഞ്ചു? അതാരാ? അത് പിന്നെ ഞാൻ ടോണി മോന്റെ ക്ലാസ്മേറ്റാ. ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാ. ചിഞ്ചു. ടോണി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാ ഈ നിലയിൽ എത്തിയത്. ഇപ്പൊ ടോണി, മനസ്സിലായി. നീ ആളാകെ മാറിപ്പോയല്ലോ. ആണല്ലേ? പിന്നെ ചിഞ്ചു എന്താ ഇവിടെ? ഞാനിവിടെ ഒന്ന് കാണാൻ വന്നതാ. ഓ, ഇന്ന് തന്നെ ഇത് മുഴുവൻ കാണാൻ പോന്നെന്ത്? അതിപ്പോ നന്നായില്ലേ? ഓ, എന്നിട്ട് വിശേഷം പറ ടോണിക്കുട്ടാ. റോയിച്ചൻ എവിടെ? റോയിച്ചൻ അവിടെ ഉണ്ട്. സുഖം. എന്നെ ഒന്ന് കൊണ്ടുപോടാ. ഇന്ന് തന്നെ വേണോ? ഒന്ന് ആലോചിച്ചിട്ട് പോരെ. എന്താ ഇപ്പൊ ഇങ്ങനെ? വർഷങ്ങൾക്ക് മുമ്പ് കൂടെ പഠിച്ച ഒരാളെ കണ്ടിട്ട് ഇങ്ങനെയാണോ ടോണി പെരുമാറുന്നത്? പാഠം പഠിപ്പിക്കുന്ന സഹപാഠിയാ, ഒടുവി പാടുപെടും. അന്ന് ടോണി മോനാണ് ടീനെ ടീസ് ചെയ്തെന്ന് ടീച്ചറോട് ഞാൻ പറഞ്ഞതിന്റെ ദേഷ്യം ഇപ്പോഴും ഉണ്ടല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോ നീ ടീസിങ്ങാ? വാട്ട് ഈസ് ടീസിംഗ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചിട്ടാ? ഇതല്ലേ? അത് ഇതല്ല, വേറെ. ഓ, നിക്ക് നിക്ക്. ചിഞ്ചു, ഞങ്ങൾ അല്പം തിരക്കില്ല. പിന്നെ കാണാം. അയ്യോ പോവാനോ? പറ്റൂല. ഇന്ന് നമ്മൾ ഒന്നിച്ച് നമ്മുടെ സ്കൂൾ ഡേയ്സ് ഒക്കെ ഓർത്ത് ചിരിച്ച് ഇന്നല്ലെങ്കിൽ നമുക്ക് എന്നാ പറ്റിയ ടോണി മോനെ? പിന്നെ അല്ലാതെ നമുക്ക് പിന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ? ആവശ്യത്തിനുള്ള ബഡ്ജറ്റ് ഒക്കെ ഇല്ലേ കയ്യില്? ഓ യെസ്, ഒരുപാടുണ്ട് എന്റെ കയ്യിൽ. എന്നാ പിന്നെ ചുമ്മാ വാ. ടോണി, ഈ രണ്ടെണ്ണത്തിന്റെ കൂടെ ഇന്നൊരു ദിവസം എന്ന് പറഞ്ഞ എന്റെ സകല പാപങ്ങളും ഇതിന്റെ പേരിൽ അങ്ങ് തീർത്തു തരണേ. എന്റെ ബൈക്കിന്റെ താക്കോല തെണ്ടിയുടെ കയ്യിലായിപ്പോയി. കാണിച്ചു തരായിരുന്നു. ടോണി ഇതാ വരുന്നടാ.